ഹലോ, എൻ്റെ പേര് ജോളി എന്നാണ്. ഞാൻ മൂന്നാറിലെ ബ്രീസ് വാലി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഉപകരണമാണിത്. ക്ലീൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നമുക്ക് സപ്ലൈ ചെയ്തത്. കോഴിക്കോട് ബേസ്ഡ് കമ്പനിയാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്. കാരണം നമ്മുടെ ഈ പേപ്പർ അങ്ങനെയുള്ള വരുന്ന ഡ്രൈ വേസ്റ്റുകൾ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. വലിയ പുകയോ അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതിനകത്ത് അത് പറയുന്ന രീതിയിൽ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്കത് നമ്മുടെ കിച്ചൺ വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ്, ഒരുപാട് വെറ്റല്ലാത്ത വേസ്റ്റ് നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കത്തിച്ച് കളയും. അതുപോലെ കുട്ടികളുടെ ഡയപ്പർ, സേഫ്റ്റി നാപ്കിൻസ് എല്ലാം നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് നാളേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഒരു 10-15 ദിവസമായുള്ളൂ. പക്ഷേ വളരെ നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീടുകളിൽ പോലും ഇത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മാലിന്യങ്ങൾ, നമ്മൾ പേപ്പർ കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം ചുരുട്ടി ഇടുന്ന നമ്മുടെ പ്രകൃതിക്ക് തന്നെ അതൊരു ചേരാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് ഇതിനകത്ത് കത്തിച്ച് കാണാൻ സാധിക്കും. എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഞാൻ വല്ലവരോടും പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. പെട്രോൾ അങ്ങനെ ഒന്നും വേണ്ട. അതേമാതിരി പേപ്പർ കത്തിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഡ്രൈ വേസ്റ്റ് അല്ല അധികം വരുന്നുള്ളൂ. പിന്നെ വെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിലേക്ക് ഇട്ടെടുത്താൽ മതി. എങ്ങനെയാണോ നിങ്ങൾക്ക് വരുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കിട്ടണം. എങ്ങനെ വെച്ചാല് 60% ഡ്രൈ വേസ്റ്റിന്റെ കൂടെ 40% വെറ്റായി വേസ്റ്റ്. നമുക്ക് ഇതിൽ കൂടിയും കത്തിക്കട്ടോ. കത്തിക്കുമ്പോ ഇതെങ്ങനെ കത്തിക്കും ചെയ്യാം. ഇതിലെ ക്ലീനിങ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് ഈ ഡോറിൻ്റെത്. ഈ ഡോറ് ക്ലീനിങ്ങിനും ഇതിനും വേണ്ടിയിട്ടാണ്. ഇത് ചാരെടുക്കാനുള്ളത്. ചാരെടുക്കുക, അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യാം. എന്നും കത്തിക്കുമ്പോൾ ഇന്ന് കത്തിക്കുകയാണെങ്കിൽ നാളെ ചാരം ക്ലീൻ ചെയ്തിട്ട് കത്തിക്കാം. മെയിൻ അതാണ്. കത്തിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ തട്ടി കൊടുക്കുക, ഈ ചാഴ് നെറ്റ് പൊന്തിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ കത്തുമ്പോ നമ്മൾ ഇവിടുന്ന് തുറക്കാൻ നോക്കാം. ഇത് കണ്ടില്ലേ, ചില നേരത്തെ ഇത് കുറച്ചും കൂടി സ്പീഡിൽ കൂടും. അപ്പോ നമ്മള് മുഖത്തേക്ക് അടിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ തുറക്കുമ്പോ ഇവിടുന്ന് തുറക്കുക. കറിയാം.